Hi students, we are going to the 5th period of Unit 3. Here you can see a problem. Ashwin and his friends were divided into 4 groups and they visited houses to collect the details of cleanliness. ചോദ്യം മനസ്സിലായി കാണും. അശ്വിനും കൂട്ടുകാരും സമീപത്തുള്ള വീടുകൾ സന്ദർശിച്ച് ഓരോ വീടും എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള സർവേയിലാണ്. ദേ വിസിറ്റഡ് 47 ഹൗസസ് ഇൻ ഓൾ. 47 വീടുകൾ അവർ ആകെ സന്ദർശിച്ചു. 32 ഓഫ് ദം ഹാഡ് വെൽസ്. അവർ സന്ദർശിച്ച വീടുകളിൽ 32 എണ്ണത്തിനാണ് കിണറുകൾ ഉള്ളത്. Here you find how many houses don't have a well. Here you find how many houses don't have a well. എത്ര വീടുകൾക്ക് കിണറില്ല എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്തേണ്ടത് നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതി ഇത് കണ്ടെത്താൻ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലുക്ക് ഹിയർ. ടോട്ടൽ ഹൗസസ് ദേ വിസിറ്റഡ് 47. നമ്പർ ഓഫ് ഹൗസസ് ഹാഡ് വെൽസ്. കിണറുകൾ ഉള്ള വീടുകൾ 32. നമ്പർ ഓഫ് ഹൗസസ് ഡോണ്ട് ഹാവ് വെൽ. കിണറുകളില്ലാത്ത വീടുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഹൗ വി ഫൈൻഡ് ബൈ ദ ടോട്ടൽ ഹൗസസ് 47 മൈനസ് ദ നമ്പർ ഓഫ് ഹൗസസ് ഹാഡ് വെൽസ് 32. ദാറ്റ് ഈസ് 47 മൈനസ് 32. 47 വീടുകൾ സന്ദർശിച്ചതിൽ 32 വീടുകൾക്കും കിണറുകളുണ്ടെങ്കിൽ ബാക്കി വീടുകൾക്ക് കിണറുകളില്ല. അത് കണ്ടെത്താൻ ബാക്കി വീടുകൾ കണ്ടെത്താൻ 47 നിന്ന് 32 കുറയ്ക്കുന്നു. ഹൗ വി സബ്സ്ട്രാക്ട് 32 ഫ്രം 47? ഫസ്റ്റ് യു റൈറ്റ് ഹിയർ 4 tens 7 ones. ഹിയർ 3 tens 2 ones. വൺസുകൾ വൺസിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതണം. ടെൻസുകൾ ടെൻസിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതണം. അക്കാര്യം ഓർത്തിരിക്കണം. ഫസ്റ്റ് വി സ്റ്റാർട്ട് സബ്സ്ട്രാക്ഷൻ ഫ്രം ദി വൺസ് സൈഡ്. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മാത്രമേ കുറയ്ക്കാൻ തുടങ്ങാവൂ. ഫസ്റ്റ് വി സബ്സ്ട്രാക്ട് 7 minus 2. സബ്സ്ട്രാക്ട് 2 ഫ്രം 7. 7 നിന്ന് 2 കുറയ്ക്കണം. കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളത് ഓർക്കാം. 2നോട് എത്ര കൂട്ടിയാൽ 7 കിട്ടുമെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. വിരലുകൾ മടക്കി കുറയ്ക്കുന്നത് ഇനി ചെയ്യരുത്. 2നോട് എത്ര കൂട്ടിയാൽ 7 കിട്ടും? 2നോട് 1 കൂട്ടിയാൽ 2 + 1 3 4 5 6 7. 2 + 5 2 + 5 = 7. 2നോട് 5 കൂട്ടിയാൽ 5ഉം 2ഉം 7. അപ്പോൾ 7 minus 2 5. ഫ്രം ഹിയർ 4 minus 3. ദാറ്റ് ഈസ് വെരി ഈസി. 4 minus 3. 3നോട് എത്ര കൂട്ടിയാൽ 4 കിട്ടും? 3ഉം 1ഉം 4. ദ ആൻസർ ഈസ് 15. 47 minus 32. 15. Here you write the answer 15. So the 15 houses don't have well. Here we find the answer. The 15 houses don't have a well. കിണറുകളില്ലാത്ത വീടുകൾ 15 എണ്ണമാണ് എന്ന് ഇങ്ങനെ നമ്മൾ കണ്ടെത്തി. We are going to the second question. They met lots of people. During this, the table shows their numbers. Can you fill in the missing numbers? സർവേക്ക് പോയ കുട്ടികൾ ധാരാളം ആൾക്കാരെ കണ്ടുമുട്ടി. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉൾപ്പെട്ടിരുന്നു. അവർ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേക്ക് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഓരോ ഗ്രൂപ്പുകാരും കണ്ടെത്തിയ വിവരങ്ങൾ ശേഖരിക്കാനായി കണ്ട പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന കോളങ്ങളിലെ നമ്പർ അതെന്താണോ അത് കണ്ടെത്തുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. യു ക്യാൻ ഫിൽ ദ മിസ്സിംഗ് നമ്പേഴ്സ് ഫസ്റ്റ്.
Here group 1 met 24 men and 22 women. You find the number of this in this column. In this column you can get the total number of people they met. How you find the number in this column? You find the total number of people they met. We can find the total by adding 24 plus 22. You add 24 plus 22 in your notebook and write the answer here. In second group, the question is that they met total for 58 people. In second group met total 58 people. In that 32 of it are men. സെക്കൻഡ് ഗ്രൂപ്പുകാർ 58 ആൾക്കാരെയാണ് കണ്ടത്. അതിൽ 32 പേർ പുരുഷന്മാരായിരുന്നു. യു ഫൈൻഡ് ദ നമ്പർ ഓഫ് വിമൻ ദേ മെറ്റ്. അവർ കണ്ടെത്തിയ സ്ത്രീകളുടെ എണ്ണമാണ് കാണേണ്ടത്. ഹിയർ ടോട്ടൽ ദേ മെറ്റ് 58. 32 of them are men. You find the balance people. They are women. How you find that? You find that by 58 minus 32. You do the work 58 minus 32 in your notebook and write the answer here. The third group met 23 men, 16 women. You can find total by adding 23 plus 16. Here the fourth group met total 55 people. 35 of them are women. You find the number of men they met. It is very easy. You can find the balance people, that is they are men, by subtracting 35 from 55. That is 55 minus 35. You get the answer of this column. Last you find which group met the most number of people and the least. When you are checking this column, you get the which group met the most number of people. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട ഗ്രൂപ്പ് ഏതാണ്? ഈ ആകെ കോളം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയും ഇതിലേറ്റവും കൂടുതൽ വലിയ നമ്പർ വരുന്നത് ഏത് ഗ്രൂപ്പിനാണോ ആ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടത്. അതേപോലെ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ആൾക്കാരെ കണ്ട ഗ്രൂപ്പും ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. Going to the next question. Cleanliness Club. In Ashwin School, 34 children of class 4 and 23 children of class 3 are members of Cleanliness Club. What's the total number of children in the club from these two classes? ക്ലീൻലിനെസ് ക്ലബിൽ അംഗങ്ങളായ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4ാം ക്ലാസ്സിലെ 34 പേരും 3ാം ക്ലാസ്സിലെ 23 പേരും അതിൽ അംഗങ്ങളാണ്. യു ഫൈൻഡ് വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്ലബ് ഫ്രം ദീസ് 2 ക്ലാസ്സസ്. 2 ക്ലാസ്സിൽ നിന്നും ആകെ എത്ര പേർ ഈ ക്ലബിൽ അംഗങ്ങളാണെന്നാണ് കണ്ടെത്തേണ്ടത്. യു ഡു ബൈ റൈറ്റിംഗ് സ്റ്റെപ്സ് ലൈക്ക് ദിസ്. ലുക്ക് ഹിയർ number of children from class 4 34, number of children from class 3 23. Total children in the cleanliness club is equal to 34 plus 23. This is very easy. 34 plus 23. Start adding from one side. Here 23. 34 plus 23. 4 plus 3. 4 plus 3 7. 3 plus 2 5. It is very easy. 4 plus 3 7. 3 plus 2 5. Here 57. The total children in the cleanliness club is equal to 57 children.
From class 4, 34 and from class 3, 23. The total 34 plus 23 is equal to 57. Here is another question. 17 children of class 1 and 29 of class 2 also joined the club. In which club? The cleanliness club. How many more children of class 2 joined the club than children of class 1? Here we get the data. 17 children of class 1 joined in the cleanliness club and 29 of class 2 joined in the club. From class 1, 17 children joined. Class 2, 29 joined in the club. How many more children of class 2 joined the club than children of class 1? Here you find how many more children joined from class 2. രണ്ടാം ക്ലാസ്സിൽ നിന്ന് എത്ര കുട്ടികൾ കൂടുതലായി ഈ ക്ലബിലേക്ക് ചേർന്നു? ഒന്നിലെ കുട്ടികളെക്കാൾ. ഒന്നിൽ 17 കുട്ടികളാണ് ചേർന്നത്. രണ്ടാം ക്ലാസ്സിൽ 29 കുട്ടികളും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഒന്നാം ക്ലാസ്സിലെ 17നേക്കാൾ എത്ര കൂടുതലാണ് 29. 29 is how many more than 17. Here also you write the steps like this. Number of children from class 1, that is 17. Number of children from class 2, 29. You can also write number of children from class 1 joined in the club 17. Number of children from class 2 joined in the club. Number of children from class 2, 29 joined in the club. From class 1, 17 joined. How many more children of class 2 joined in the club than children of class 1? രണ്ടാം ക്ലാസ്സിൽ നിന്നും ഒന്നിൽ ചേർന്നതിനേക്കാൾ എത്ര കൂടുതൽ പേർ ചേർന്നു? Here we find the difference between 17 and 29. We find the difference between 29 and 17. That is subtracting 17 from 29. That is 29 minus 17. ഇവിടെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് 17 പേർ, രണ്ടിൽ നിന്ന് 29 പേർ. രണ്ടിൽ നിന്ന് കൂടുതലായി ചേർന്ന കുട്ടികൾ, അത് 17നേക്കാൾ എത്ര കൂടുതലാണ് 29 എന്നാണ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത്. 17നേക്കാൾ എത്ര കൂടുതലാണ് 29 എന്ന് കണ്ടെത്താൻ 29ൽ നിന്നും 17 കുറച്ച് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾക്ക് കുറച്ച് നോക്കാം. 29ൽ നിന്നും 17 കുറയ്ക്കാൻ ആദ്യം ഒറ്റയുടെ ഭാഗത്ത് നിന്ന് ഉറങ്ങുന്നു. 9ൽ നിന്നും 7 കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. 7നോട് എത്ര കൂട്ടിയാൽ 9 ലഭിക്കും? 7നോട് 1 കൂട്ടിയാൽ 8, 2 കൂട്ടിയാൽ 9. 7നോട് 2 കൂട്ടുമ്പോൾ 9 കിട്ടും. ഇനി 2ൽ നിന്ന് 1 കുറയ്ക്കാൻ 1നോട് എത്ര കൂട്ടിയാൽ 2 കിട്ടും. 1ഉം 1ഉം 2. ഇവിടെ നമ്മൾക്ക് 29ൽ നിന്നും 17 കുറച്ചപ്പോൾ 12. 29ൽ നിന്നും 17 കുറച്ചപ്പോൾ 12 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ ഈ ഒന്നാം ക്ലാസ് 17 കുട്ടികൾ, അപ്പോൾ അതിനോട് 12 പേർ കൂടി ചേർന്നാൽ 29 ആവും. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ 17 കുട്ടികളെക്കാൾ 12 കുട്ടികളാണ് രണ്ടാം ക്ലാസ്സിൽ നിന്നും കൂടുതലായി ഈ ക്ലബിൽ ചേർന്നത്. ദാറ്റ് ഈസ് how many more children of class 2 joined in the club than children of class 1. Here you find the answer 12 children. ഇതിനോടൊപ്പം ഒരു വർക്ക്ഷീറ്റ് കൂടി അയക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വർക്ക്ഷീറ്റ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്യുക.